ഹലോ ഓൾ. സോ ഇന്ന് നമ്മൾ കെ എസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കെ എസ് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി കൺഫർമേഷൻ ഡേറ്റിലേക്ക് അടുക്കുകയാണ്. April 30 ആണ് ലാസ്റ്റ് ഡേറ്റ്. കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ മറക്കാതെ കൊടുക്കുക. April 30 ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ കെ എസിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കെ എസിൽ ഇപ്പോൾ ഇത്തവണ ഈ വർഷം കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കൻസിൽ പെട്ടെന്നൊരു കുറവ് കാണുന്നുണ്ട്. ആപ്ലിക്കൻസ് കുറഞ്ഞു, അപേക്ഷിച്ചവരുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കുറവല്ല, പകുതിയിലധികം പേരും ഇത്തവണ അപ്ലൈ ചെയ്തിട്ടില്ല. നല്ല കുറവ് അപേക്ഷകരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 5,47,543 പേരാണ് കെ എസിന് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇത്തവണ നോക്കി 2,15,942 പേരാണ് ഇത്തവണ അപ്ലൈ ചെയ്തത്. അതായത് ഏകദേശം ഒരു 3.5 ലക്ഷത്തോളം, 3,31,601 പേര് കുറവാണ്. അത്രയും പേര് കുറവാണ് ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി സ്ട്രീം 2-ൽ നോക്കിക്കഴിഞ്ഞാൽ 10,724 പേര് മാത്രമേ ഇത്തവണ സ്ട്രീം 2-ൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്ട്രീം 2 എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഗസറ്റഡ് അല്ലാത്തവർ അപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ 10,724 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ തവണ 2019 എക്സാമിന് 26,950 പേര്, അതായത് ഏകദേശം ഒരു 27,000-ഓളം പേര് അപ്ലൈ ചെയ്ത സ്ഥാനത്ത് ഇത്തവണ 10,000-ൽ അധികം, അതായത് ഒരു 11,000-നോടടുത്ത് മാത്രമേ ആപ്ലിക്കൻസ് ഉള്ളൂ ഇത്തവണ എന്ന് കാണാം. അവിടെയും ഒരു നല്ല കുറവ്, ഒരു 16,000-ഓളം ആളുകളുടെ കുറവ് സ്ട്രീം 2-ലും കാണാം. സ്ട്രീം 3 നോക്കിയാലും 995 പേര് മാത്രമാണ് ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണ 2,951 പേരുണ്ടായിരുന്നു. അതിലും ഏകദേശം ഒരു 2,000-ഓളം, 1,956-ഓളം കുറവ് കാണുന്നുണ്ട്. അപ്പം അതായത് ഏകദേശം മൊത്തത്തിൽ 5,77,444 പേരാണ് 2019 കെ എസ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്, അപേക്ഷിച്ചവർ. എന്നാൽ ഇത്തവണ 2,27,661 പേര് മാത്രമാണ് ഇത്തവണ അപ്ലൈ ചെയ്തത്. അപ്പോൾ മൊത്തത്തിൽ നോക്കി ഏകദേശം ഒരു 3,49,783 പേരുടെ കുറവ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പകുതിയിലധികമായില്ലേ. 5 ലക്ഷത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3.5 ലക്ഷത്തോളം പേരുടെ കുറവെന്ന് പറയുമ്പോൾ വളരെ ഗണ്യമായ കുറവ് തന്നെ അപേക്ഷകരുടെ കാര്യത്തിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ വേക്കൻസീസിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാളും കഴിഞ്ഞ തവണ ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ കെ എസ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതുന്നത്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഒരു എക്സാം, അപ്പോൾ IAS-ൻ്റെ അല്ലെങ്കിൽ സിവിൽ സർവീസസിൻ്റെ തന്നെ പഠിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ ജോലി കിട്ടാവുന്ന ഒരു അവസരം എന്നുള്ള രീതിയിൽ നല്ലൊരു അവസരമായിട്ട് കണ്ടിട്ടാണ് ഒരുപാട് അപേക്ഷകർ അതിലേക്ക് വന്നത്. പക്ഷേ നിയമനം നടന്നത്, അഡ്വൈസ് കിട്ടിയത് വളരെ കുറവാണ്. ഇപ്പോൾ സ്ട്രീം 1-ൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 35-37 പേർക്ക് മാത്രമാണ് സ്ട്രീം 1-ൽ നിന്നും കഴിഞ്ഞ തവണ അഡ്വൈസ് കിട്ടിയിട്ടുള്ളൂ. സ്ട്രീം 2-ൽ നിന്നായാലും ഏകദേശം 35 ആ ഒരു ലെവലിൽ തന്നെയാണ് സ്ട്രീം 3-ൽ നിന്നും. അതായത് മൊത്തത്തിൽ ഏകദേശം ഒരു 105-110 പേർക്ക് മാത്രമാണ് ആകെ അഡ്വൈസ് കഴിഞ്ഞ തവണ 2019 എക്സാമിന് ലഭിച്ചിട്ടുള്ളൂ. അപ്പം ഇത്തവണയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് അല്ല, ഇത്തവണ വേക്കൻസീസ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് സ്ട്രീം 1-ൽ നിന്നും 11 വേക്കൻസീസും സ്ട്രീം 2-ൽ 10 വേക്കൻസീസും സ്ട്രീം 3-ലും 10 വേക്കൻസീസാണ്. അതായത് മൊത്തത്തിൽ ആകെ 31 വേക്കൻസീസ് മാത്രമാണ് ഇത്തവണ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയധികം ആപ്ലിക്കൻസ് കുറയാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ കെ എസിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് കെ എസ് വരുമോ വരില്ലേ അങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു. എപ്പോഴാണ് വരിക, നിയമനം എപ്പോഴാണ് നടക്കുക, ഓക്കെ, ഈ അഡ്വൈസ് വന്നാൽ തന്നെ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ തന്നെ നിയമനം നടക്കുമോ, അതിൻ്റെ വേക്കൻസീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കെ എസിൻ്റെ ആ ഒരു പോസ്റ്റിംഗ് ആകുന്നവർക്ക് ഏത് വകുപ്പിലാണ് അല്ലെങ്കിൽ ഏത് ലെവലിലാണ് ജോലി വേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആശങ്കകൾ കെ എസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഈ ഒരു വേക്കൻസീസിൽ കുറവ് സംഭവിച്ചതും അതുപോലെ തന്നെ ആപ്ലിക്കൻസിലും കുറവ് സംഭവിച്ചതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത്രയും അപേക്ഷകർ, പകുതിയിലധികം അപേക്ഷകർ എന്തായാലും കുറയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഇത്തവണ അപേക്ഷകർ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പകുതിയിലധികം പേര്, 5 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അപേക്ഷകർ. ഓക്കെ, അപ്പോൾ ഇത്തവണ നല്ലൊരു അവസരമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. അതായത് അപ്ലൈ ചെയ്തവർക്ക് കോമ്പറ്റീഷൻ കുറഞ്ഞതായിട്ട് തന്നെ കാണാം. അതായത് 3.5 ലക്ഷത്തോളം ആളുകൾ കുറവാണ്. അപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നവർ ഇതൊരു നല്ല അവസരമായിട്ട് തന്നെ എടുക്കുക. ഇത്രയും പേര് കുറച്ചേ ഉള്ളൂ കോമ്പീറ്റ് ചെയ്യാനായിട്ട്. KS എന്ന് പറയുന്നത്
ഇപ്പം UPSC ആസ്പിരൻസിന് മാത്രമോ അല്ലെങ്കിൽ സിവിൽ സർവീസസിന് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമോ എഴുതുന്ന ഒരു എക്സാം ആണ് എന്നുള്ള നിലയിൽ കാണണ്ട. അപ്പം നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും UPSC ലെവലിലേക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ലെവൽ ഇപ്പോൾ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു UPSC മോഡലിലേക്കൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ KSനും പ്രിപ്പയർ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. സിലബസിൽ കുറച്ചും കൂടെ വാസ്റ്റാണ്. കൃത്യമായിട്ടൊരു സിലബസ് എന്ന് പറയാൻ പറ്റില്ല. UPSCയുടെ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസിൽ നിന്നും PSC ഡിഗ്രി ലെവൽ എക്സാംസിൽ നിന്നും കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. പക്ഷേ എന്നാൽ സിവിൽ സർവീസസിൻ്റെക്കാളും, അതായത് IAS IPS എക്സാംസ് നമ്മൾ എഴുതുമ്പോൾ UPSC എക്സാം എഴുതുന്നതിനേക്കാളും കുറേ വ്യത്യാസമുണ്ട്. അത്രയും മാർക്സ് വരുന്നില്ല, 300 മാർക്കിൻ്റെ എക്സാം മാത്രമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ലെവൽ ഹൈ ആണെന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ UPSC ആസ്പിരൻസ് ആണെങ്കിലും നിങ്ങൾക്കൊരു നല്ല അവസരമാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആപ്ലിക്കൻസ് കുറഞ്ഞു എന്നുള്ളതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഈ ഒരു അപേക്ഷകർ കുറഞ്ഞപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞു. വേക്കൻസീസിൽ കുറവുണ്ട്, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരു വേക്കൻസി മതിയല്ലോ. അപ്പോൾ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഇത്തവണത്തെ ഒരു ട്രെൻഡിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എക്സാം എന്നാ വരിക എന്നുള്ളത് നമുക്കറിയില്ല. അടുത്ത എക്സാം KSന് ഇനിയിപ്പോൾ വേക്കൻസീസ് ഇത്തവണ തന്നെ നല്ല കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറേ സമയം എടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഉടനെ ഇനി KSൻ്റെ എക്സാം ഒന്നും നമുക്ക് അടുത്ത തന്നെ ഇയർലി ആയിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ അടുത്തൊരു എക്സാം വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തവണ KSന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. UPSC സിലബസിൻ്റെ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കുണ്ടല്ലോ. കഴിഞ്ഞ വർഷം നടന്ന ഒരു സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ഡിഗ്രി ലെവൽ എക്സാമിൽ നിന്നും KSന് എന്താണ് ഡിഫറൻ്റ് ആക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ April 30 കൺഫർമേഷൻ ഡേറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതും മറക്കണ്ട. കൺഫർമേഷൻ കൊടുക്കാത്തവരെല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ ഈ ഒരു അപേക്ഷകരുടെ കുറവുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ട് നിങ്ങളുടെ കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ മിൻറ്റിൽ നമുക്ക് ടെലഗ്രാം ചാനൽസിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം, ഡെയിലി ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് KSനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തന്നെ കോമ്പറ്റീഷൻ കുറഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏത് സ്ട്രീമിലായാലും ഇപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നിന്ന് കഴിഞ്ഞ തവണ 35-37 ആണ് ആകെ നിയമനങ്ങൾ വന്നിട്ടുള്ളൂ. ഇത്തവണ ആയാലും ഏകദേശം സ്ട്രീം 2ഉം സ്ട്രീം 1ഉം 10 വെച്ചിട്ടാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത്. സ്ട്രീം 1ൽ 11 വേക്കൻസീസേ ഉള്ളൂ. അപ്പോൾ 11 വേക്കൻസീസ് ആണ് ഉള്ളൂ എന്നുള്ളത് മാത്രം മനസ്സിൽ വെക്കാതെ കോമ്പറ്റീഷൻ കുറഞ്ഞു, അപേക്ഷകർ കുറഞ്ഞു എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ മാക്സിമം കൊടുക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് സിലബസ് ഒക്കെ നോക്കുക. പ്രിലിംസിന് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മെയിൻസിനും അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെയാണ് മെയിൻസും വരുന്നത്. അപ്പോൾ മെയിൻസിനും പറ്റുന്ന രീതിയിൽ, പ്രിലിംസിനും മെയിൻസിനും കൂടെ ഒരുമിച്ച് പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും വിജയാശംസകളും നേരാണ്. സോ KS എല്ലാവർക്കും നല്ലൊരു എക്സാം ആയിരിക്കട്ടെ. കൺഫർമേഷൻ കൊടുക്കാൻ മറക്കണ്ട. പഠിച്ചു തുടങ്ങിക്കോളൂ, എത്രയും പെട്ടെന്ന്, ഇന്നെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്കിതുപോലെ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.